അപ്പൊ ഒരു സംഗതി കൊടുക്കാൻ വിധി അനുസരിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനും വിധിയുണ്ട്. അപ്പൊ അവിടെ നമ്മള് ഗുരുവിനെ ഉപേക്ഷിച്ചതിന്റെ ശാപം വരും, ഗുരുവിനെ ഉപേക്ഷിച്ചതിന്റെ ശാപം ദുരിതം വരും. എങ്ങനെ? ഈ കിട്ടിയ ദേവതയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയാൽ അത് ആ ദേവത വഴിയാതാരാന്ന് പറയില്ലേ? ആ ദേവത ഇവനും ബാധയായിരിക്കും. അത് കുറെ കഴിയുമ്പോ ആ ദേവതയെ അവൻ കൊടുത്ത ആള് പരിഗണിക്കാതിരിക്കുമ്പോ അത് ഗുരുവിലേക്കും ബാധയായിട്ട് വരും. ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതിയ ആൾ വിചാരിക്കണ ആ ദേവത ബാധ അവന് മാത്രമേ ഉള്ളൂ എന്നാണ്. അവന് ഒരു കൊല്ലം ബാധയായി കഴിയുമ്പോ ആ ദേവത ഈ കൊടുത്തയാൾക്കും ബാധയായിട്ട് വരും കുറച്ച് കഴിയുമ്പോ. അതാണ് തന്ത്രം. ആ ഗുരുകുലത്തെ ഉന്മൂലനാശം വരുത്തിക്കളും ചിലപ്പോ ആ ദേവത വന്ന് ഇവൻ കൊടുത്തുവിട്ട ദേവത. കാരണം അത് ബാധാമൂർത്തിയായി, കാരണം അത് ഗുരുവിനും ബാധയാവും. അതാണ് തന്ത്രം. ശരിയാവണ്ണം മനസ്സിലാക്കണം. ആ പരമ്പരയിലേക്ക് എല്ലാം ദുരിതം വരും. അപ്പൊ ഒരു ശിഷ്യൻ വഴിയിൽ ഒരിക്കലും ദേവതയെയും വിദ്യയും ഉപേക്ഷിക്കരുത്. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരൊരു വസ്ത്രം മേടിച്ച്, ആ ഗുരുവിന് പത്നി ഉണ്ടെങ്കിൽ പത്നിക്കും വസ്ത്രം മേടിക്കണം. ഇത് ആ ഗുരുവിന് പോയി പറയണം, ആദ്യം സംസാരിക്കണം. എന്നിട്ട് ആ ഗുരുവിനൊരു സമ്മതം ഉണ്ടാക്കണം. ഒരു വെറ്റിലി അടക്കയും ഒരു ദക്ഷിണയൊക്കെ വെച്ച് ഗുരുവിന് പോയിട്ട് ആ ഗുരുവിനെ നമസ്കരിച്ച് അദ്ദേഹത്തോട് അപരാധങ്ങൾ പറഞ്ഞ് എനിക്കിത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് തിരിച്ച് ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പം അതിനുള്ള വിധാനം പറഞ്ഞു തരും. അത് ആ സമ്പ്രദായത്തിലേക്ക്, ആ സമ്പ്രദായ ദേവതയിലേക്ക്, ആ ദേവതയെ സമ്പ്രദായത്തിലേക്ക് സമർപ്പിച്ചിട്ട് ആ വിദ്യയും സമർപ്പിച്ച് അവര് അത്രയും നാളും ജപിച്ചപ്പോ 5 ലക്ഷം ജപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 കോടി മന്ത്രം ജപിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കളയാൻ ചിലപ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവും. അത് പറ്റില്ല. അത് കയ്യിൽ വെച്ചുകൊണ്ട് വേറെ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഈ ദേവത അവന് ബാധയാവും. ആ 1 കോടി ജപിച്ച ദേവത അവന് കുടിമാരുണ്ടായിക്കളയും. വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള കയ്യിലിരിക്കട്ടെ, അത് മറ്റതും പിടിക്കാം. അങ്ങനെ പറ്റില്ല. ഏതെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. 2 ദേവത ഒരു വരയ്ക്കാത്തേക്ക് വന്നാൽ അടിയുടെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പിന്നെ തോന്നാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ജപിച്ച എല്ലാ മന്ത്രങ്ങളും ആ ഗുരുവിലേക്ക്, ആ സമ്പ്രദായത്തിലേക്ക് സമർപ്പിച്ച് നമസ്കരിച്ച് സന്തോഷമായിട്ട് ചായ കുടിച്ച് അവർക്ക് പിരിയാം. പിന്നെ ആ മന്ത്രം എടുത്ത് ചാവണ ദിവസം വരെ ജപിക്കാൻ പാടില്ല. ആ മന്ത്രവും വിദ്യയും പിന്നെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർമ്മയിൽ വരും. അത് സാധാരണ മറന്നു പോകും. അതൊരിക്കലും ആ പുസ്തകങ്ങളും അത് എഴുതി തന്ന കടലാസും ഒക്കെ ഗുരുവിന് തിരിച്ചു കൊടുത്തേക്കണം. പിന്നെ അത് ഒരിക്കലും എടുത്ത് ജപിക്കരുത്. ഇനി അതേ മന്ത്രം തന്നെയാണ് പുതിയ സ്ഥലത്ത് പോയി നിങ്ങൾ മേടിക്കണമെങ്കിൽ അവിടെ ആ സമ്പ്രദായത്തെ സ്മരിച്ച് ജപിക്കാം. പക്ഷെ ആദ്യം ജപിച്ചതൊക്കെ പോകും. ഒന്നാമത് തുടങ്ങണം. അതാണ് വിധി. അത് ആ ഗുരുവിനും കൂടെ സന്തോഷമായിട്ട് ചെയ്യണം. ചില ഗുരുക്കന്മാർ നീ മന്ത്രം ഉപേക്ഷിക്കാൻ വന്നേക്കാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞ് ഞാൻ ഈ ദേവതയും മന്ത്രവും ഒക്കെ തരുക, എനിക്കൊന്നും വേണ്ട എന്ന്